സിനിമയായിട്ട് സിനിമയാണ് കാണണം. സിനിമ ചരിത്രമല്ല. ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. മോഹൻലാലിൻ്റെ പിക്ചറിനെ പറ്റി വിഷമിക്കുമ്പോൾ ഞാൻ എന്തിനാണ് പോയി കാണുന്നത്? ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു അതിൻ്റെ പയനിയറിങ് റോൾ ആർക്കെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ ജിക്ക് കൊടുക്കണം. ഏറ്റവും വലിയ ഇപ്പോഴത്തെ പുതിയ കോൺട്രവേഴ്സിയായ, അതായത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡൻ്റായി അധികാരമേറ്റ ഉടനെ ഉണ്ടായ ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു ചെറിയ വിവാദമാണ് എമ്പുരാൻ സിനിമയെ പറ്റിയുള്ളത്. എമ്പുരാൻ സിനിമയിലെ നിർമ്മാതാക്കളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇപ്പോൾ അതിൽ കുറേ കട്ടുകളെല്ലാമായി വരാമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് BJPക്ക് തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം ഉണ്ടായ ഒരു പ്രതിഷേധക്കാർക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് രാജീവിൻ്റെ റോൾ എന്താണ്? അല്ല, ഇതിൽ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ ഒരു കോൺട്രവേഴ്സി ആയിട്ടല്ല ഞാൻ ആദ്യം കണ്ടത്. ഇതിനെ ഒരു കോൺട്രവേഴ്സി ആക്കിയതല്ലേ. അപ്പോൾ ഞങ്ങൾ BJP കേരളത്തിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ പൊസിഷൻ സിനിമയാണ്, സിനിമയായിട്ട് കാണണം. ആ സിനിമേനെ ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെ തർക്കിക്കാനും അതിന് ഇഷ്ടം ഉണ്ടെന്ന് പറയാനും എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ പറയുന്നു. ഞാനും പാർട്ടിയും ഇതുവരെ ഇതല്ലാണ്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസേഴ്സാണ് മിന്നാന്ന് ഞാൻ കണ്ടത്, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അവരെന്നെ പിന്നെ ലാലേട്ടൻ മിന്നാന്ന് പറയുന്നു ഞങ്ങൾ ഇങ്ങനെ 17-18 കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അതിന് റീസെൻസർഷിപ്പ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു വിവാദമാണ്. അതുകൊണ്ട് ഞാൻ ലൂസിഫർ കണ്ട് ഇഷ്ടമായ ഒരാളാണ്. ലൂസിഫറിൻ്റെ സീക്വൽ എനിക്ക് കാണാനൊരു ആഗ്രഹമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാണാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വിവാദവും ജനങ്ങളിങ്ങനെ ചില ജനങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടില്ല, കുറേ ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല, ചിലർക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിണറായി വിജയന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഞാൻ അത് കാണാൻ പോകുന്നില്ല. അതിനൊരു കാണാനൊരു വലിയൊരു മോട്ടിവേഷൻ ഇല്ല, എനിക്ക് വേറെ എത്രയോ പണി ചെയ്യാനുണ്ട്. സങ്കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഐക്കോണാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിവാദത്തിൽ പെട്ട് ഇതെല്ലാം ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ ആവുമ്പോൾ എനിക്ക് കുറച്ചൊരു സങ്കടമുണ്ടെന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാനും ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാനിത് കോൺട്രവേഴ്സി ആയിട്ട് ആദ്യം മുതൽ ഇന്ന് വരെ കാണുന്നില്ല. ഇത് ശരിയാണ്, ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല, എത്രയോ ജനങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. ബട്ട് ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്യാനുള്ള അതിൻ്റെ പയനിയറിങ് റോൾ ആർക്കെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ ജിക്ക് കൊടുക്കണം. പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ പിണറായി വിജയൻ ജി ഇത് ചെയ്താൽ പിന്നെ കോൺഗ്രസ്സുമാരിങ്ങനെ റഷ് ചെയ്തിട്ട് അതിൽ ചാടുന്നൊരു ഹാബിറ്റ് ഉണ്ടല്ലോ, നമ്മൾ എത്രയോ കൊല്ലം കണ്ടതല്ല. അതുകൊണ്ട് ഒരു മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സിയാണ്. ചിലപ്പോൾ ഇത് പ്രൊഡ്യൂസേഴ്സും അതിനൊരു വിസിബിലിറ്റിയും പബ്ലിസിറ്റിയും കൊടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ബട്ട് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞു ഇന്നും പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വ്യൂ ആണ്. സിനിമയായിട്ട് സിനിമയാണ് കാണണം. സിനിമ ചരിത്രമല്ല. ചരിത്രത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് ആരെങ്കിലും സിനിമ ഉണ്ടാക്കി ക്രിയേറ്റീവ് ലൈസൻസ് എടുത്താൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് ദേ വിൽ ഗെറ്റ് ഒരു ഫീഡ്ബാക്ക്, ഒരു ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് കിട്ടും. അതാണ് നടക്കുന്നത്. പക്ഷേ പല RSS നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ ഒരു RSSനോടും BJPയോടും ഒരു കൈൻഡ് ഓഫ് ഒരു താല്പര്യമുള്ള പല ആൾക്കാരും നേതാക്കന്മാരും പുറത്ത് വന്ന് ഈ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ BJPയിലെ നേതാക്കന്മാരാരും കാണരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ രാജീവ് അത് തീരുമാനിച്ചത് ഈ ജനങ്ങൾ പറഞ്ഞതുകൊണ്ടാണോ അതെയോ സഖാവ് പിണറായി വിജയൻ കണ്ടതുകൊണ്ട് മാത്രമാണോ? ഇല്ലല്ല, ഞാൻ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ഡിസിഷൻ മിന്നാന്ന് ഞാൻ പബ്ലിക്ലി ട്രാൻസ്പെറൻ്റ്ലി ഇട്ടത്. ബിക്കോസ് മോഹൻലാൽ തന്നെ പറഞ്ഞു ഈ മൂവിയിൽ എത്രയോ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്, വിഷമമുണ്ട്. പ്രൊഡ്യൂസർ മോഹൻലാലിൻ്റെ പിക്ചറിനെ പറ്റി വിഷമിക്കുമ്പോൾ ഞാൻ എന്തിനാണ് പോയി കാണുന്നത്? അപ്പോൾ ഇഫ് ഹീ ഈസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് പ്രോഡക്റ്റ്, ഞാൻ എന്തിനാണ് പോയിട്ട് ലൈനിൽ ടിക്കറ്റ് വാങ്ങിച്ച് പോപ്കോണും വാങ്ങിച്ച് അവിടെ പോയി ഇരിക്കുന്നത്?
മോഹൻലാലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും ഒരു സന്തോഷമായ ഒരു പ്രോഡക്റ്റ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഞാൻ പോയി കാണാൻ തയ്യാറാണ്. ഈ കോൺട്രവേഴ്സിയിൽ പോയിട്ട് ഞാൻ എന്തിനാണ് ഈ പിണറായി വിജയൻ്റെ ഒരു നെറേറ്റീവിനെ ഫ്യൂൽ ചെയ്യാൻ ഞാൻ നടക്കുന്നത്?